Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. തയ്യാറാരാണ്? തയ്യാർ ഞാൻ പാടാം മാം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. Ma'am, thought of today. തൊട്ടത്തില്ലേ? ദേശീയ കായിക ദിനാഘോഷം. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ധ്യാൻചന്ദ് എന്ന ഹോക്കി മാന്ത്രികനോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യൻ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. 1905 ഓഗസ്റ്റ് 29 അലഹബാദിലാണ് മികച്ച ഹോക്കി 1934, 1936 എന്നീ വർഷങ്ങളിൽ നടന്ന ഒളിമ്പിക്സുകളിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണം നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ ടീമായിരുന്നു. 1926 മുതൽ 1948 വരെയുള്ള കാലത്തിനിടയ്ക്ക് 400 മുകളിൽ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഗോൾ അടിക്കുന്നതിനുള്ള മിടുക്കും കളി മികവും അദ്ദേഹത്തെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഹോക്കി താരമാക്കി മാറ്റി. കായിക മേഖലയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നതിനായി 2012 മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായി ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ പുരസ്കാരം, അർജുന പുരസ്കാരം, ദ്രോണാചാര്യ പുരസ്കാരം തുടങ്ങിയ ദേശീയ രാഷ്ട്രപതി ഭവനിൽ Okay, very good. Then signing. Signing സൗമ്യയാണോ? Soumya. The Fox and the Crow. Once upon a time, a crow was very hungry, but did not get anything to eat. He got tired and sat on a branch of a tree. Suddenly, he saw a piece of cheese in a plate. He flew near the plate and picked it in his beak and flew away. He was now looking for a safe place to sit because he never wanted to share it with anyone else. On his way, he saw many other crows who wanted to share. Cleverly, he avoided them and sat on a quiet place on a tree. A cunning fox saw the crow with the cheese. Her mouth started watering. She quickly made a plan to get the cheese from the crow. She said sweetly, "Hi, handsome. I am Foxy Proxy and I live nearby. My friends told me that crows have a very sweet voice. Is it true? I have never heard a crow singing a song. Would you please sing for me?" The crow was surprised because no one had praised his voice before. But he kept quiet. The fox continued, "Dear crow,
You look so handsome with your shiny feathers. I hope you would sing a song for me. Please. The crow was carried away by the fox force. He opened his beak and started singing caw, caw. Down fell the cheese. Fox picked it and ate it all and ran away. When the crow realized what he had done, he felt very bad. He should not have believed the fox at all. Moral of the story: beware of the flatters. They are not to be trusted. Signing by Soumya. Thank you. Okay. നിങ്ങൾ ഓണം പ്രോഗ്രാം എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഓണത്തോടനുബന്ധിച്ച് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ? നടത്തിയിരുന്നു, കഴിഞ്ഞു ഞങ്ങളുടെ പ്രോഗ്രാം. കഴിഞ്ഞു? അതെയോ, നേരത്തെ നടത്തി? മൺഡേ ആയിരുന്നു, മൺഡേ നടത്തി. മൺഡേ ആയിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമില്? പാട്ടുകളായിരുന്നു, പിന്നെ ക്വിസ് ഉണ്ടായിരുന്നു, ഒരു ചെറുകഥ ഉണ്ടായിരുന്നു, ഉപന്യാസം, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? സെറ്റ് സാരി ഒക്കെ എടുത്തോ എല്ലാവരും? സെറ്റ് സാരി ഉണ്ടായില്ല, അതുകൊണ്ട് എടുത്തില്ല. എന്നാലും പുതിയ ഡ്രസ് ഒക്കെ ഇട്ടിരുന്നു. അതെ അല്ലേ? എല്ലാരും ക്യാമറയൊക്കെ ഓണാക്കി അല്ലെ? വീഡിയോ ഒക്കെ ഓണാക്കി? ഒരു ഇതെല്ലാരും ഓണാക്കി, എല്ലാരും സംസാരിച്ചു. നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു, നല്ല അനുഭവമായിരുന്നു. അതെ അല്ലേ? നല്ല പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലാസ്സുകള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ സോങ് ഉണ്ടെങ്കിൽ പാടാവുന്നതാണ്. അതുപോലെ സ്റ്റോറി പറയാവുന്നതാണ്, പ്രോവർബ് പറയാവുന്നതാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മള് ക്ലാസ് അല്ലെങ്കിൽ ജസ്റ്റ് ചാപ്റ്റർ മാത്രം എടുത്തു പോയാല് അതിനൊരു രസം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ വേറെ ക്ലാസ്സുകളിൽ? ഇല്ല, ഇടയ്ക്ക് വെച്ച് ചെയ്യാറില്ല. ചെയ്യാറില്ല അല്ലെ? ഇനി തുടങ്ങി ചെയ്യാം. എന്റെ ക്ലാസ്സിൽ നിർബന്ധമാണ് കേട്ടോ. ഒരു ആക്ഷൻ സോങ് അല്ലെങ്കിൽ പിന്നെ കവിത എന്തെങ്കിലും, റൈം എന്തെങ്കിലും ചെയ്യാം, സ്റ്റോറി പറയാം ഇഷ്ടപ്പെട്ടത്. അത് ഇംഗ്ലീഷിലും പറയാം, മലയാളത്തിലും പറയാം. ഓക്കെ, പിന്നെ പ്രോവർബ് പറയാം, പഴഞ്ചൊല്ലുകൾ പറയാം. പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ഉണ്ടല്ലോ, ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടല്ലോ. താജ്മഹൽ ഉണ്ട്, കുത്തബ് മിനാർ ഉണ്ട് അല്ലെ, ചൈന വൻമതിലുണ്ട്. അതിന്റെയൊക്കെ ഹിസ്റ്ററി പറയാം. ഓക്കെ, അപ്പൊ പലതരത്തില് നമുക്ക് ക്ലാസ്സുകള് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, ഇഷ്ടപ്പെട്ടത് എന്തും ചെയ്യാം കേട്ടോ. യോഗ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ യോഗ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ്, അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവാറില്ലേ? ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? എത്ര പേർക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്? നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നവര് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ടെൻഷൻ കൊണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മുടെ ലൈഫില്? ഒന്ന് പറയാമോ? നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞൊക്കെ പോകും. പൊട്ടിക്കരഞ്ഞു പോകും അല്ലെ? അപ്പൊ ഓക്കെ. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? എന്തൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകൾ അതിന്റെ ടെൻഷൻ കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ? നമ്മുടെ ബോഡി നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. എന്താണ്? നമ്മുടെ ബോഡി നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും, വേദനകളും. ബോഡി നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് പല രോഗങ്ങൾ ഉണ്ടാവും അല്ലെ? ഇനി വല്ല രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ സ്ട്രെസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സുകൾ, അതായത് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സുകൾ യൂസ് ചെയ്യാമെന്ന് ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ടിപ്പായിട്ട് നിങ്ങൾ അത് പറയാം. അത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം വളരെ നല്ലതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മുടെ എല്ലാത്തരം ആക്ടിവിറ്റീസ്, അത് ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, മെന്റൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, അതിനെ ഏറെക്കുറെ നമ്മൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്പുകളാണ് നിങ്ങൾക്ക് പറയാവുന്നത്? അത് ഓരോരുത്തർക്കുമായിട്ട്
ക്ലാസ്സുകളിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഷെയർ ചെയ്യാം. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ തുടങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. ആരാണ് ആക്ഷൻ സോങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് പാട്ട് പാടുന്നത്, ആരാണ് സ്റ്റോറി പറയുന്നത്, ആരാണ് പ്രോവർബ് പറയുന്നത്, സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ആരെയാണ് പറയുന്നത്. അങ്ങനെ ഒരു തലേ ദിവസം തന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് അവർക്ക് ഓരോരോ ജോലികൾ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്യില്ലേ? മടി വിചാരിക്കരുത് കേട്ടോ. ഡിസ്കഷൻസ് ഒക്കെ നടക്കാറുണ്ട്, പക്ഷെ ആരും മുന്നോട്ട് വരാറില്ല എന്നുള്ളതാണ് സത്യം. മുന്നോട്ട് വരാറില്ല അല്ലെ? അതായത് നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ പോവാനും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ധാരാളം ബെനിഫിറ്റ്സുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും കൊടുക്കാറുണ്ടത്. അപ്പൊ കുറെ ചില കുട്ടികളുണ്ട് നല്ല ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അവര് പരസ്പരം ഒരു കോർഡിനേഷനോട് കൂടിയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓരോ രീതിയിൽ ഓരോരോ ഇൻട്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കഥ പറയാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾ പറയാം, കുഴപ്പമില്ല കേട്ടോ. ഇനി ആരെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാല് അവരെ ഒന്ന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം. ചിലപ്പോ അവര് മാറി നിൽക്കുന്നതിന്, ചിലപ്പോ അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ പിന്നെ ചോദിക്കാം, എപ്പോഴത്തേക്കാണ് നിങ്ങൾ റെഡി ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചെയ്യുമല്ലോ? ഓക്കെ. അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം അതിന് തുടങ്ങി വെക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതായത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതിന്റെ ടിപ്പുകളായിട്ട് പറയാനായിട്ട് ശ്രമിക്കണം. സ്ട്രെസ് മാനേജ്മെന്റില് അതായത് ഈ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് നമ്മളിപ്പോ നല്ല കാമായിട്ട് ഇരിക്കുവാണ്, ഒരു സൈലന്റ് സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുവാണെന്ന് വിചാരിക്കാം. ഇപ്പൊ മനുഷ്യനാണ്, നമുക്ക് പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം അല്ലെ? നമ്മളിപ്പോ നല്ലൊരു ഹാപ്പി മൂഡായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ തേടി വരാറുണ്ടാവും. അങ്ങനെ വരാമോ? അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല വരാം അല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം ചിലപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കും, ഓവർ തിങ്കിങ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനില് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്താണ് ഹോർമോണിന്റെ പേരെന്താണ്? കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാല് അത് അത്ര നല്ലതല്ല ശരീരത്തിന്. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡി അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ എത്ര മരുന്ന് കഴിച്ചു, ഇപ്പൊ നമ്മള് ഒരു രോഗം നമുക്ക് ഉണ്ടായി, അത് ഡയഗ്നോസ് ചെയ്തു, അതിന് MRI എടുത്തു, അപ്പൊ ഡോക്ടർ പറയുവാണ് കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ അത് വേറെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ മരുന്ന് കഴിക്കുന്നു, പക്ഷെ നമ്മുടെ രോഗം മാറുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുന്നില്ല. അപ്പൊ ഡോക്ടർ ചോദിക്കും, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോ നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മളുടെ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കും. ഓക്കെ, അപ്പൊ അതിനെതിരെ നമ്മുടെ മുഖത്ത് അതിനെതിരെയുള്ള റിഫ്ലക്ഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അറിയാതെയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യും. ചിലവര് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ അധികം ഭക്ഷണം ഒന്നും കഴിക്കാറില്ല, കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത്, ഷുഗർ കട്ടാണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല, വേറെ തൈറോയിഡിന്റെ ഇഷ്യൂ ഇല്ല, വേറൊരു പ്രശ്നം എനിക്കില്ല, പക്ഷെ എന്റെ വെയിറ്റ് ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുവാണ്. അത് കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൊണ്ടാ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ധാരാളം ഹെയർ ലോസ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ധാരാളം പ്രശ്നങ്ങള് നമ്മുടെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിനെ ബാധിക്കാം.
അപ്പോ അത് സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ വളരെയധികം എന്താ പറയാ, നമ്മള് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറയേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് തുടക്കം തന്നു. ഇനി നെക്സ്റ്റ് ആര് പറയും? നിങ്ങൾ പറയാൻ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൽത്ത് കെയർ കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആരെങ്കിലും എടുത്തായിരുന്നോ? ഫുഡ് ഹാബിറ്റ്സ് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഫുഡ് ഹാബിറ്റ്സ് ആണ് എടുത്തത് അല്ലേ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മീനിങ് എന്താ? മാം ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആതിര മാം എടുത്തതാണോ? എന്താണ്? ആതിര മാം എടുത്തിട്ടുണ്ടോ? ഞാനിവിടെ ആതിര മാം എഴുതിയിട്ടുണ്ടേ, ഒരു ഡൗട്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തായിരുന്നോ? എടുത്തിട്ടില്ല. മാം ഹെൽത്ത് കെയറിനകത്തെ അതർ ഫുഡ് ഹാബിറ്റ്സ് ലാസ്റ്റത്തെ പൊസിഷൻ എടുത്തില്ലായിരുന്നല്ലോ. എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചത്. എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, കംപ്ലീറ്റ് ആയില്ല. ഓക്കെ ഓക്കെ, ഞാൻ എടുക്കാം കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ. അതർ ഫുഡ് ഹാബിറ്റ്സ് എടുത്തതാണല്ലോ എന്ന് വിനു നാരായണൻ പറയുന്നുണ്ട്. ഹലോ മിസ്. പറയൂ. അത് എടുത്തതാണ്. അതിലല്ല ഈ കുട്ടികൾക്ക് അധികം മസാല അങ്ങനെയൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നത്. ഒരു നേരത്ത് ഒരുപാട് ഫുഡൊന്നും കൊടുക്കാണ്ട് ഓരോരോ നേരത്ത് കുറച്ച് ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഇതിലാണല്ലോ പറയുന്നത്. അതെ അതെ, ഞാൻ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ പറഞ്ഞു. കംപ്ലീറ്റ് ആക്കിയതാണ്. പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണ്? മീനിങ് എന്താ? അർത്ഥം എന്താ അതിന്റെ? വികസനം, ഭാഷ വികസനം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്? ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അല്ലെ? ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെ? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാ? പറയൂ. മലയാളമാണ് അല്ലെ?
ഇനി ചില സ്ഥലങ്ങളിൽ ഈ ചില സമയത്ത് നമ്മൾ ചിലപ്പോ അതിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ലാംഗ്വേജ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് നമ്മൾ മലയാളം ഉപയോഗിക്കുന്നത്, അല്ലെ? എന്നാൽ നമ്മൾ കർണാടകയിൽ ചെന്നാലും മലയാളം കൊണ്ട് വല്ല ഗുണമുണ്ടോ, ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല അല്ലെ? അവിടത്തെ ഭാഷ കന്നഡയാണ് അല്ലെങ്കിൽ തുളുവാണ്, അല്ലെ? ആ ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഒരു സാധനം നമ്മൾക്ക് വേണം, ഒരു ചായ നമ്മൾക്ക് കുടിക്കണമെങ്കിൽ കൂടിയും അന്യനാട്ടിൽ ചെന്ന് കഴിഞ്ഞാല് അവരുടെ ലാംഗ്വേജ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എങ്കിലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. പറഞ്ഞോ മാം. ഈ ചൈൽഡ് വെൽഫെയർ ആരെങ്കിലും എടുത്തതാണോ? ചൈൽഡ് വെൽഫെയർ എടുത്തതാണോ? അല്ലല്ലോ. അല്ല അല്ല അല്ല, അത് നിങ്ങൾക്ക് വേറെ മിസ്സുമാർ എടുക്കും കേട്ടോ. ചൈൽഡ് വെൽഫെയർ അത് യൂണിറ്റാ. ശരി ശരി. അത് പാർട്ട് 1 ഹെൽത്ത് കെയർ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോ വന്നിട്ടുള്ളത് പാർട്ട് 2 ഇനി പാർട്ട് 1 വേറെ മിസ്സുമാർ എടുത്തോളൂ കേട്ടോ. അതേക്കുറിച്ച് ഓർക്കും അറിയാവണ്ട. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് എന്ന് പറഞ്ഞു നിർത്തിയത് ഇതാണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുന്നു അതിനാശ്രയിച്ചിരിക്കും അവിടുത്തെ ഭാഷ ഉപയോഗിക്കുന്നത്, അല്ലെ? ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മൾ കേരളത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ മലയാളമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ആനിമൽസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനെ മാത്രം ഉള്ള ഒരു കഴിവാണ് എന്ത്? ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത്. ആനിമൽസ് ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ടോ? തത്തയൊക്കെ ഉപയോഗിക്കാറുണ്ട് തോന്നുന്നു. എന്താണ്? തത്തയൊക്കെ സംസാരിക്കാൻ ട്രൈ ചെയ്യില്ല, അറിയില്ല. സംസാരിക്കാറുണ്ട് അല്ലെ? മറ്റേ ആനിമൽസ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ മനസ്സിലാവും ചില കാര്യങ്ങള്. പക്ഷെ ലാംഗ്വേജ് അവർക്ക് നമ്മളെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, മനുഷ്യനെ പോലെ അവർക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ അത്രയും ഇമ്പോർട്ടൻസ് മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധമുണ്ട് ലാംഗ്വേജുമായിട്ട്. ഓക്കെ, അപ്പൊ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കുഞ്ഞ് ജനിച്ച് അവൻ പ്രായമായി, അതായത് അവന്റെ ഓരോരോ ഏജില് അവനിപ്പോ ജനിച്ചു കഴിഞ്ഞ് ഒരു എന്താ പറയാ 1 മാസം അല്ലെങ്കിൽ 6 മാസം, 1 വയസ്സ്, 2 വയസ്സ്, 3, 4, 5 അങ്ങനെ അവന്റെ അഡൽട്ട് സ്റ്റേജ് അല്ലെങ്കിൽ അവൻ വയസ്സാകുന്നത് വരെ എന്തുണ്ട്, അവന്റെ ഭാഷാ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത്ര വയസ്സിൽ അല്ലെങ്കിൽ ഈ സ്റ്റേജില് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് തീർക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ എല്ലാത്തരം എന്താ പറയാ ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ്, ഇപ്പൊ നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്, മലയാളത്തിൽ തന്നെ പല വാക്കുകളുണ്ട്, സെന്റൻസുകൾ ഉണ്ട്, അല്ലെ? ഇതൊക്കെ നമുക്ക് കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ? ഇല്ല അല്ലെ? അത് ഓരോ സ്റ്റേജിലും ഇംപ്രൂവ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവനവന്റെ ഭാഷ പഠിച്ചെടുക്കാനായിട്ട് സാധ്യമല്ല. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? അപ്പൊ നമ്മള് ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട്, ഈ ഒരു PDF കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ടേബിൾ ആണ് ആദ്യം പഠിക്കുക. ഞാൻ എല്ലാ ബാച്ചസിനും കൊടുക്കുന്നതാണ്. ആ ടേബിള് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു PDF വരിക. ഓക്കെ, അപ്പൊ ഞാൻ ആ ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ? ടേബിൾ കണ്ടോ? ഓക്കെ, നിങ്ങൾ അതൊന്ന് ആദ്യം ഒന്ന് റീഡ് ചെയ്തേ മൊത്തം. ടേബിള് മൊത്തമായിട്ടൊന്ന് വായിച്ച് സമയം എടുത്ത് വായിച്ചാൽ മതി. ഓക്കെ, ഒരു 5 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് നോക്കൂ കേട്ടോ.
എല്ലാരും റീഡ് ചെയ്യട്ടോ, എല്ലാം റീഡ് ചെയ്യണം. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് കോളം നോക്കിയേ, ബർത്ത് ടു 5 months. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? സുറുമി ഒന്ന് അറിയാമോ? ജനനം മുതൽ ആദ്യ 5 മാസം വരെയുള്ള കാലഘട്ടം. അതില് എന്തെങ്കിലും ചെറിയ സൗണ്ടുള്ള കുട്ടികൾ പുറപ്പെടുവിക്കും. കൂസ്, വൊക്കാബുലൈസസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറently, ലാഫ്സ്, ഗിഗിൾസ് ആൻഡ് ക്രൈസ് ഓർ ഫ്യൂസസ്. അതായത് ചെറിയ സൗണ്ടുകൾ, ഇപ്പൊ ചിരിക്കും, പിന്നെ ജിഗിൾസ് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കും, പിന്നെ കരയുക, അങ്ങനെ സൗണ്ടുകളൊക്കെ കുട്ടികൾ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴൊക്കെ പുറപ്പെടുവിക്കും. പിന്നെ സംസാരിക്കാൻ വേണ്ടി അവരിതൊരു സൗണ്ട് പുറപ്പെടുവിക്കും. ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കുഞ്ഞു കുട്ടികളൊക്കെ സൗണ്ട് ഉണ്ടാക്കണ കാണാറുണ്ട്. ഊ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെയൊക്കെ സൗണ്ടുകൾ കുട്ടികൾ പുറപ്പെടുവിക്കുന്ന കാലഘട്ടമാണ് ഈ 5 മാസം വരെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ബർത്ത് ടു 5 months ആണ്. അപ്പൊ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞ് എന്താ ചെയ്യാ? മറ്റേ ലാംഗ്വേജ് ഡെവലപ്മെന്റ് തുടങ്ങുന്നത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ജനിച്ച ഉടനെ തന്നെ കരയും. അവന് ഭൂമിയിൽ വന്ന് വീണു എന്നതിന്റെ തെളിവായിട്ടാണ് കരയുന്നത്, അല്ലെ? അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിലേക്ക് വരുമ്പോ ആദ്യം ഉണ്ടാക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് കരയുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു വലിയൊരു കരച്ചിലോടെയാണ് കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ കൂസ്, അതായത് ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാകും. കുഞ്ഞു ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഞരക്കങ്ങളാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കുട്ടികളെ 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ചിലപ്പോ, അല്ലെ? എല്ലാവരും അമ്മമാരാണ്. അപ്പൊ ജനിച്ചു തുടങ്ങി 5 മാസം വരെയുള്ള ആ ഒരു കാലയളവിൽ ചെറിയ ചെറിയ ഞരക്കങ്ങളോട് കൂടിയ
സൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചിരിക്കുന്നത് കാണാൻ പറ്റും. വലിയ രീതിയിൽ സൗണ്ട് ഒന്നും ചിലപ്പോ ഉണ്ടാവില്ല, എന്നാലും ചിരിക്കും ഇല്ലേ? കുഞ്ഞുങ്ങൾ ചിരിക്കാറില്ലേ? ഇപ്പൊ കിടന്നുറങ്ങുമ്പോഴൊക്കെ ചിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ? ഉണ്ടല്ലേ. അതുപോലെ തന്നെ കരച്ചിൽ ഇടക്കിടക്ക് ഉണ്ടാവും അല്ലെ? പല കാരണങ്ങൾ കൊണ്ട് കരയാം അല്ലെ? അതായത് പാല് വേണമെങ്കിൽ കരയാം, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞ് കരയാം. അപ്പൊ വ്യത്യസ്തമായിരിക്കും ആ കരച്ചിൽ എന്ന് പറയുന്നത്. അമ്മമാർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കും. ഇപ്പോ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും സംസാരിക്കുകയാണ്, കുഞ്ഞിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അച്ഛനമ്മയാണ് അല്ലെ? അച്ഛനമ്മ ഇങ്ങനെ പല പല കാര്യങ്ങൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. അപ്പോ കുഞ്ഞെന്ത് ചെയ്യാറുണ്ട്? അത് നോക്കി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ നേരത്തെ സുമി പറഞ്ഞതുപോലെ തന്നെ മൂളലുകൾ കേൾക്കാം അല്ലെ? നോക്കി, അതായത് നമ്മളെ ക്ലോസ് ആയിട്ട് നോക്കിക്കൊണ്ട് അവര് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനിച്ച് 5 മാസം വരെയുള്ള കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്രൈം വരാം, അതുപോലെ ലാഫ് വരാം, വിബിൾസ് വരാം, പിസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് 6 to 11 months ആണ്. ഒരൊന്നും പറഞ്ഞേ, ഒരാളൊന്നും പറയാമോ? സുഖമി പറയണ്ട, വേറൊരാൾ പറഞ്ഞാൽ മതി കേട്ടോ. സഫീദ പറയൂ, സഫീദ. 6 മുതൽ 11 മാസം വരെയുള്ള കാലഘട്ടത്തില് കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അവര് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇല്ലാന്നും നോ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ആക്ഷനിലൂടെ അല്ലെങ്കിൽ ചെറിയ വാക്കുകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ അമ്മമാരൊക്കെ ആണെങ്കിൽ മാ, അമ്മ, പ അങ്ങനെയുള്ള ഓരോ അക്ഷരമുള്ള ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ അവര് പറയും. അതുപോലെ അവര് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലും കണ്ട ആക്ഷൻസിലൂടെ അവർ കൂടുതൽ ഹാപ്പി ആയിട്ടും കൂടുതൽ ഇങ്ങോട്ട് കുട്ടികൾ ഇതായിട്ടൊക്കെ നമുക്ക് കാണാം. പിന്നെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കി അത് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് അവരങ്ങനെ പറയും. പിന്നെ ആദ്യത്തെ കുട്ടികളുടെ ഫസ്റ്റ് വേർഡ് പറയുന്നതും 6 മുതൽ 11 മാസം വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? 6 മാസം തൊട്ട് 11 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുണ്ട് അതിനകത്ത്? അഖില? അനിയന്റെ കുട്ടിയുണ്ട്. അനിയന്റെ കുട്ടി ഇപ്പൊ 12 ഒരു വയസ്സായിട്ടുള്ളൂ. എന്തെങ്കിലും നമ്മൾ കഴിക്കണതൊക്കെ വേണമെങ്കിൽ താ താ അങ്ങനെ പറയും. ചെറുതായിട്ട് ചേട്ടാ ചേട്ടാ അങ്ങനെ വിളിക്കും. അമ്മ അച്ചച്ച അങ്ങനെ പറയും. വേറെ ആരും ഉണ്ടായിരുന്നല്ലോ, ലിനിയാണോ? ഇത് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് മറ്റേ ടി വി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരാ? എന്താ മാം? കുഞ്ഞിന് എത്ര മാസമായി ഇപ്പോ? എനിക്ക് വലിയ പിള്ളേരാ. ഒരാള് 6th-ലും ഒരാള് 3rd-ലും. അവര് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ടി വി ആഡ്സ് ഒക്കെ കാണുമ്പോ അവരത് അത് വന്ന വേഗം ഓടി വരും അത് കേൾക്കാൻ. എന്നിട്ട് അത് പാടാനും അത് റിപ്പീറ്റ് ചെയ്ത് പാടാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടാ. അങ്ങനെ. പിന്നെ അവർക്ക് ഇതൊക്കെ കണ്ടാല് അവര് കൂടുതൽ അതിലേക്ക് അതിങ്ങനെ വേണമെന്നുള്ള ഒരു ഇതില് കൂടുതൽ റിയാക്ഷൻ ചെയ്യും. അതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ഫുഡ് കഴിക്കണണ്ട കൈയൊക്കെ എടുത്ത് പാത്രമൊക്കെ എടുത്ത് വലിക്കും. അങ്ങനെ കഴിക്കാനായിട്ട് വായിലേക്ക് താഴെന്നൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ വായിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആ സമയത്ത് പറ്റും. പിന്നെ അവർക്ക് ആളുകളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിലുള്ള ആൾക്കാരെയും പുറത്തുള്ള ആളുകളെയും തമ്മിൽ കണ്ടാല് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിളിക്കാൻ വരുമായിരുന്നു. മോളുടെ പേരെന്തായിരുന്നു ശരിക്കും? ജോഫി.
ജോഫി ജോൺ. ജോഫി ജോൺ. ഓക്കെ, ജോഫി ജോൺ. എത്ര മാസമായി കുട്ടിക്ക്? എത്ര ഒരു വയസ്സ് കഴിഞ്ഞ് 1.5 ആവുന്നു. 1.5 ആവുന്നു അല്ലേ? അപ്പൊ ഒന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും, കാരണം റീസെന്റ് ആയിട്ട് അറിഞ്ഞു വന്നതാണ് അല്ലേ? ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ആന, ആന, കാക്ക, അട്ട. ഇത് എല്ലാ ദിവസവും കാണുന്നതാ. അയാൾക്ക് കളിപ്പാട്ട ആന തോന്നിയുണ്ട്. പിന്നെ ഈ കാക്ക ചോറുണ്ണാ വെളിയിൽ ഇറങ്ങി ചോറുണ്ണ ഒരു ചമ്മട് കാക്കയുണ്ട്. കാക്കയാണ് മൊത്തം തിന്നുന്നത്, തുപ്പി തുപ്പി കളഞ്ഞ് കാക്കയാ തിന്നുന്ന മൊത്തം. പിന്നെ അട്ടാന്ന് പറയും. അട്ട കഴിഞ്ഞ് പോകുമ്പോ അട്ട അട്ട അമ്മ അമ്മ അട്ട അമ്മ അട്ട അട്ട എന്ന് പറയും. പാറ്റാന്ന് പറയും. ഇതാ ഏറ്റവും കൂടുതൽ പറയുന്നത്. കാക്ക, ആന, പാറ്റ, അട്ട. ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കൊടുത്താ ഇപ്പം ആമേന്ന് പറയും. എന്താ പറഞ്ഞു കൊടുത്ത ആമേന്ന് പറയും. പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും കുതിരേന്നൊക്കെ പറഞ്ഞു കൊടുത്താ ആന, 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 ആന എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു കൊടുത്താലും ആന ആന എന്ന് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് പിന്നെ പറയും കുതിരേന്ന് പറയും. അത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടന്നോളും. പിന്നെ നമ്മൾ TV വെക്കുകയാണെങ്കിൽ സൗണ്ട് കേട്ടിട്ട് ഓടി വന്നിട്ട് പറയാം അമ്മ കാക്കയെ കാണണോന്ന് പറയും. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. 6 to 11 months. അണ്ടർസ്റ്റാൻഡ്, നോ നോ. അതായത് എന്തെങ്കിലും കാര്യം ഇപ്പൊ അവർക്ക് കുറുക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അവർക്കത് വേണ്ട എങ്കിൽ അതവർ പ്രകടിപ്പിക്കും. അവര് കഴിക്കാനായിട്ട് കൂട്ടാക്കുവോ? ഇല്ല, നല്ലതുപോലെ പറയും. നോ 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 പറയും. നോ 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 പറയും. അങ്ങനെ പറയാറുണ്ട് അല്ലേ? അങ്ങനെ പറയാറുണ്ട് അല്ലേ? അവർക്ക് വേണ്ട എങ്കിൽ അതവര് പ്രകടിപ്പിക്കുന്നതാണ്. ദാറ്റ് ഈസ് നോ നോ, ഇല്ല ഇല്ല, കേട്ടോ. Then Babel says ba ba ba. Ba 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 സൗണ്ട് അവർ ഉണ്ടാക്കാറുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരുടെ വായിൽ നിന്ന് ഉമിനീര് വരും, തുപ്പല് വരുന്നത് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അത് ഇങ്ങനെ ഒളിച്ചൊലിച്ച് ബനിയ മൊത്തം നനയും. എന്താണ്? ഒരു 10 വായിന്ന് ഒളിച്ചൊലിച്ചേ ബനിയൻ മൊത്തം നനയും, 5 വർഷം നനയും. അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ബനിയൻ മാറ്റിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഒലിച്ചൊലിച്ച് പിന്നെ വീർക്കുന്നത്, ബലൂൺ പോലുള്ള വീർക്കുന്നത് കാണാനായിട്ട് പറ്റും. അതിന് സൗണ്ട് ഉണ്ടാക്കും ഇവര്. ബാബിൾസ്. അതിനാണ് ബാബിൾ സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ബാ ബാ ബാ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ അടുത്തത് സേസ് മാമ ഓർ ഡാഡ വിത്തൗട്ട് മീനിങ്. അതായത് അവർ ആദ്യം പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് അവരുടെ അച്ഛനമ്മമാരെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരെയാണ് അവർ ആദ്യം വിളിക്കുക അല്ലെ? അല്ലാണ്ട് വേറെ ആളുകളൊന്നും അവർ വിളിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം, ചിലപ്പോ അമ്മ എന്നൊക്കെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾക്ക് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ചെറിയ ചെറിയ മാമ എന്നോ അമ്മയെ മാമ എന്ന് വിളിക്കാം, അച്ഛനെ ഡാഡ എന്ന് വിളിക്കാം. അങ്ങനെ, അതായത് വിത്തൗട്ട് മീനിങ്. അവർക്ക് മീനിങ് അറിയില്ല, കുട്ടികൾക്ക് മീനിങ് അറിയില്ല. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ അവരാദ്യം പ്രൊനൗൺസ് ചെയ്യുന്ന ശബ്ദം എന്ന് പറയുന്നത് മാമ ഓർ ഡാഡ എന്നാണ് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ മലയാളത്തിൽ, ഇതിപ്പോ ഇംഗ്ലീഷിലും ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ ചായ എന്ന് വിളിക്കാം, മാ എന്ന് വിളിക്കാം, ചിലപ്പോ അമ്മ എന്ന് വിളിക്കാം. അങ്ങനെ പല രീതിയിലാണ്, പല കുഞ്ഞുങ്ങളും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. വ്യത്യാസങ്ങൾ വരാം. ഇവിടെ ഇപ്പൊ കോമൺ ആയിട്ട് ഈ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. താത്ത. ഓക്കെ ഓക്കെ. Then tries to communicate by actions or gestures. അതായത് പലതരത്തിലുള്ള ആക്ഷൻസിലൂടെയും ഗസ്റ്റേഴ്സിലൂടെയും അവര് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പൊ അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു കളിപ്പാട്ടം മുകളിൽ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അവരെന്ത് ചെയ്യും? ചിലപ്പോ അങ്ങോട്ട് നോക്കുക ഏത് സമയവും, അല്ലെ? അല്ലെങ്കിൽ വേണ്ട, അത് അത്ര നല്ല എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ കുഞ്ഞ് അമ്മയുടെ മടിയിൽ ഇരിക്കുവാണ്. അപ്പോ എല്ലാവരെയും കുഞ്ഞുങ്ങൾ നോക്കുക അല്ലെ? നമ്മൾക്ക് ഭയങ്കര കൗതുകമാണ് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അവരും നമ്മളെ നോക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ മൊത്തം കണ്ണെടുക്കുവോ?
ഇല്ല അല്ലെ? പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കളിപ്പാട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവരൊക്കെ അത് വേണമെങ്കിൽ എന്ത് ചെയ്യും? അത് ചിലപ്പോ അതിനകത്ത് ചിലപ്പോ സൂക്ഷിച്ചു നോക്കും, അല്ലെങ്കിൽ കൈ കൊണ്ട് ചിലപ്പോ ആക്ഷൻ കാണിച്ചെന്ന് വരും. ഓക്കെ, അപ്പൊ അത്തരത്തില് ആക്ഷൻസ് അല്ലെങ്കിൽ ഗസ്റ്റേഴ്സ് കാണിക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. Then next one, try to repeat your sounds. പിന്നെ നമ്മ പറയുന്ന കാര്യങ്ങള്, അതായത് നമ്മൾ എന്ത് വേർഡ്സ് ആണോ പറയുന്നത്, നമ്മൾ എന്ത് കാര്യമാണ്, ചിലപ്പോൾ ചില വേർഡുകളാവാം. പൂർണ്ണമായിട്ടും സെന്റൻസ് ചിലപ്പോ കുഞ്ഞുങ്ങൾ പറയണമെന്നില്ല, അത് പറയാനുള്ള പ്രായമായിട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾ പറയുന്ന വേർഡുകള് ചിലപ്പോ അവര് റിപ്പീറ്റ് ചെയ്യാം, അവര് പറഞ്ഞിട്ട് വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടോ? ജോഫി ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ പറയുന്ന ഏതെങ്കിലും വേർഡ് കുഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ പാല് കുടിക്കാൻ വേണ്ടിട്ട് പാപ്പു പാപ്പു എന്ന് പറഞ്ഞിരുന്നു. പാപ്പു പാപ്പു. ഓക്കെ, ഇത് ഇയാള് പറയുന്ന അപ്പ ഫോ 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 എന്ന് പറയും. ഫോ ഫോ. അപ്പ എപ്പോഴും വിളിക്കുമ്പോ അപ്പ ഫോ 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 ഫോ. ഫോണെന്ന് പറയാന്നൂടാ, ഫോ 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 എന്ന് പറയും. അപ്പൊ കളിപ്പാട്ടവും ചെവി വെച്ചുകൊണ്ട് അപ്പ ഫോ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ പറയുന്ന എന്ത് വേർഡ് ആണോ അത് ചിലപ്പോൾ അവർ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഫസ്റ്റ് വേർഡ്, കുഞ്ഞ് ആദ്യത്തെ വേർഡ് പറയുന്നത് 6 to 11 months ആണ് കേട്ടോ. ആദ്യമായിട്ട് അവരൊരു വേർഡ് ഉച്ചരിക്കുന്നത് 6 to 11 months വരെയുള്ള ആ ഒരു സ്റ്റേജിലാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ബർത്ത് ടു 5 months ആൻഡ് 6 to 11 months. ഓക്കെ അല്ലേ? അടുത്തത് 12 to 17 months. 12 to 17 months എന്ന് പറയുമ്പോൾ 1 വയസ്സ് 1.5 വയസ്സിനിടയുള്ള പ്രായമാണ് കേട്ടോ. 1, 1.5 ആ ഒരു സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരാളൊന്ന് അത് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സൂര്യ ഒന്ന് റീഡ് ചെയ്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സൂര്യ രാജു. Yes, ma'am. Vocabulary of 15 words. Pronunciations is often unclear. ഒരു 15 1.5 വയസ്സ് ആ സമയത്ത് എന്തോ അതല്ല മുകളിലുള്ള 12 to 17 months കേട്ടോ. to 17 months മനസ്സിലായില്ലേ സൂര്യക്ക്? ലിനി തോമസ് ഒന്ന് വായിക്കാമോ? ലിനി. Yes, ma'am. 12 to 17 months. Answer simple questions, non-verbal. അതായത് ക്വസ്റ്റ്യനും ആൻസറും ഇങ്ങനെ നോൺ വെർബലി എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബലി എന്താണ്? വെർബലി നമ്മൾ പറയുന്നത് അല്ലെ, വാക്കാൽ പറയുന്നത്. അപ്പൊ നോൺ വെർബലി എന്തായിരിക്കും? വാക്കാൽ പറയാത്തത്, വേർഡ്സ് അല്ല, അതായത് ആക്ഷൻസ് ആണ്. ആക്ഷൻസ്. പിന്നെ say 2 to 3 words to label a person or object. Pronunciation may not be clear. ജസ്റ്റ് ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ് മാത്രമേ പറയുള്ളൂ, കാരണം അവർക്ക് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് പറയാനായിട്ടുള്ള ഇതായിട്ടുണ്ടാവില്ല. പിന്നെ ട്രൈസ് ടു ഇമിറ്റേറ്റ് സം വേർഡ്സ്. നമ്മളിപ്പോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവര് ആ വേർഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായാലും അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് അവര് പെട്ടെന്ന്, അവർക്ക് ഗ്രാസ്പിംഗ് പവർ കൂടുതലാണ്, അപ്പൊ അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. പിന്നെ വൊക്കാബുലറി ഓഫ് 4 to 6 words. 4 to 6 വേർഡ്സേ അവർക്ക് പറയാനുള്ള ഇതുണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ മാം? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു 12 to 17 months എന്ന് പറഞ്ഞാൽ 1 വയസ്സ് തുടങ്ങി 1.5 വയസ്സ് വരെയുള്ള പ്രായത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. എന്നാൽ ആദ്യത്തേത് ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻ നോൺ വെർബലി. അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വെർബലി അല്ലാതെ അവർ ആൻസർ പറയും. ചിലപ്പോൾ ആക്ഷൻസ് കാണിക്കാം.
ഓക്കെ. അത് പറയാൻ വയ്യാത്ത ഇപ്പൊ അതിന്റെ പേര് അറിഞ്ഞൂടാ, പറയാൻ അറിയാത്ത വാക്ക് ചൂണ്ടിക്കാണിക്കും, അത് വേണമെന്ന് ചൂണ്ടിക്കാണിക്കും. വേണം. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഫുഡ് കൊടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് ചോദിച്ച് നമ്മുടെ അടുത്ത് ഫുഡ് വരുവാണെങ്കിലോ, നമ്മളിപ്പോ ഫുഡ് ഇപ്പൊ എടുത്ത് നമ്മളൊരു പ്ലേറ്റ് ഫുഡ് ചോറും മീൻകറിയും തോരനും എല്ലാം എടുത്തിട്ട് ഇപ്പൊ അവർക്കത് അറിഞ്ഞൂടാ തോരൻ വേണ്ടാന്ന്, അപ്പം വായിലോട്ട് വെക്കുമ്പം തട്ടി മാറ്റിയിട്ട് അത് വേണ്ട ചൂണ്ടിക്കാണിക്കും, മീൻ മതിയെന്ന് പറയും. ഓക്കെ, അത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ജോഫി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് നോൺ വെർബലി ആൻസർ പറയുന്നതെന്ന്. ഓക്കെ, then second one says 2 to 3 words label a person or object, pronunciation may not be clear. അതായത് ഒരു പേഴ്സൺ, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ 3 വേർഡ്സ് വരെ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച്, അച്ഛനമ്മയെ കുറിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ കുറിച്ച് പറയുന്നതിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിപ്പാട്ടം, ഇപ്പോ മുകളിലാണ് കളിപ്പാട്ടം ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ല മരയുടെ മുകളിലാണ് കളിപ്പാട്ടം വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, അത് കുട്ടിക്ക് വേണം. അപ്പൊ അത് എടുത്തു തരുന്നതിന് വേണ്ടിയിട്ട് 2 or 3 വേർഡ്സ് ഉപയോഗിക്കാം. പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണമെന്നില്ല. അവര് പറയുന്ന കാര്യം മനസ്സിലാകണമെന്നില്ല, പക്ഷെ അവരതിന്റെ കൂടെ ആക്ഷൻസും മറ്റൊക്കെ കാണിക്കുന്നത് കൊണ്ട് പാരന്റ്സിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെ ജോഫി, ആണോ? മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? എടുക്കാൻ പറ്റാത്ത ഒരു സാധനം എന്റെ ഉടുപ്പെ പിടിച്ച് വലിച്ചോണ്ട് പോകും, അമ്മ 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 ചൂണ്ടിക്കാണിക്കും. Okay. Then tries to imitate simple words. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സിമ്പിൾ വേർഡുകൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ പറയുന്ന ചില വേർഡ്സുകൾ ഉണ്ടല്ലോ, അത് അവർ പറയാനായിട്ട് നോക്കുന്നുണ്ട്. വൊക്കാബുലറി ഓഫ് 4 to 6 വേർഡ്സ്. ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന വൊക്കാബുലറി, അതായത് പദപരിചയം, അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് എന്ന് പറയുന്നത് 4 തുടങ്ങി 6 വരെയുള്ള വേർഡ്സ് ആണ്. അതായത് 4 എണ്ണം തുടങ്ങി 6 എണ്ണം വരെ അവർ പരമാവധി ഒരു സമയത്ത് ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 12 to 17. മൂന്നും ഓക്കെ അല്ലേ? ഞാൻ ആദ്യം 5 to തുടങ്ങി ഇപ്പോ 17 months വരെയാണ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, the next one 18 to 23 months. ഓക്കെ, അതായത് 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള സമയം. 2 വയസ്സായിട്ടില്ല കേട്ടോ, 24 months എത്തുമ്പോഴാണ് 2 വയസ്സാകുന്നത്. ഓക്കെ, ഇത് അതിന് തൊട്ട് മുമ്പത്തെ മാസം വരെയുള്ള ഒരു സ്റ്റേജ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ജോഫി ഒന്ന് റീഡ് ചെയ്യൂ. 18 to 23 months. 18 to 23 months, vocabulary of 50 words, pronunciation of is often unclear. 50 വാക്കിന് ഉള്ള കാര്യങ്ങള് ഇപ്പം വ്യക്തമാവും, എന്നാലും നല്ല ക്ലിയർ ആയിരിക്കത്തില്ല. 50 വേർഡുകൾ വരെ ഉപയോഗിക്കാം കുഞ്ഞേട്ടോ. 50 വേർഡ് വരെ ഉപയോഗിക്കാം, വ്യക്തമാവത്തില്ല, എന്നാലും നല്ലതുപോലെ ക്ലിയർ ആവത്തില്ലെന്നേ ഉള്ളൂ. ക്ലിയർ ആകണമെന്നില്ല, പ്രൊനൗൺസിയേഷൻ അൺക്ലിയർ ആണ് കേട്ടോ, മനസ്സിലാവില്ല. ഓക്കെ, പിന്നെ ആസ്ക് ഫോർ കോമൺ ഫുഡ് ബൈ നെയിം. ചില ഫുഡുകളുടെ നെയിം അവർക്ക് നല്ലതുപോലെ അറിയാം, പക്ഷെ എന്നാലും ചെറിയ ക്ലിയർ കുറവായിരിക്കും. ചിലതൊക്കെ നല്ലതുപോലെ പറയും. കോമൺ ഫുഡുകൾ പേരെടുത്ത് ചോദിക്കും. വെച്ചുള്ളത് ഇപ്പൊ അമ്മേന്ന് പറയുന്നോണ്ട് വെച്ചുള്ള കുറെ വാക്കുകൾ, അട്ട, അണ്ണാൻ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയും. അമ്മ പറഞ്ഞുകൊണ്ട് വെച്ചുള്ള വേർഡ്സ് ഒക്കെ പറയും. അമ്മ, അട്ട, അണ്ണാൻ. ഫുഡ് ഐറ്റംസ് അവൻ അപ്പം പറയും. അപ്പം ഏറ്റവും കൂടെ ദോശ പക്ഷെ ക്ലിയർ ആവത്തില്ല, ദോശ എന്ന് മാത്രമേ പറയത്തുള്ളൂ, ദോശ ക്ലിയർ ആവത്തില്ല. അത് കടല പറയുന്നത് ലാ പറയത്തില്ല, ലാ അറിഞ്ഞുകൂടാ, വരത്തില്ല. ചില കുട്ടികൾ പാപ്പം എന്ന് പറയാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പാപ്പം വേണമെന്ന് പറയുന്നത്
പാപ്പ എന്റെ പാല് കുടിക്കുന്നതിന് ഞാൻ പാപ്പോന്ന് പറയും. ആ. പിന്നെ ആ ഇങ്ക് വേണമെന്ന് പറയും. ആ ഇങ്ക് കേട്ടിട്ടുണ്ടോ? ആ. എന്റെ മോൻ ഇങ്ങാന്ന് പറയാ. എന്താ പറയാ അല്ലെ? അപ്പൊ അങ്ങനെ പല കോമൺ ആയിട്ടുള്ള ഫുഡുകള് അവർ പേരിട്ട് ചോദിക്കുക. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അവർ എന്ത് ചെയ്യാറുണ്ട്? അത് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വേർഡ്സ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മേക്ക് അനിമൽ സൗണ്ട് സച്ച് ആസ് മൂവ്. അനിമൽ സൗണ്ടുകള് അവര് ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ പൂച്ചനെ നമ്മള് പറയും ആനയുടെ സൗണ്ട് ആക്കാൻ പറയുമ്പോ ബാന്ന് ഇങ്ങനെ കാണിക്കും. പിന്നെ പൂച്ചയെന്ന് പറഞ്ഞാൽ കാത്തും കൂടെ ചേർക്കണം. കാത്തു പൂച്ചയെന്ന് പറഞ്ഞാലേ പറയത്തുള്ളൂ പൂച്ച. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ സൗണ്ട് പറ്റില്ല. പിന്നെ ജോജോ കരയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അമ്മ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു കാണിക്കും. ഓരോ നമ്മളെ ആനിമൽസിന്റെ സൗണ്ട് അവര് കരയുന്നത് എങ്ങനാ, പിന്നെ ജോജോ കരയുന്നത് എങ്ങനെ. മോന്റെ പേര് ജോജോ എന്നാ വീട്ടിൽ വിളിക്കുന്നത്. ജോജോ എങ്ങനെ കരയുന്നതെന്ന് കാണിച്ചാൽ അങ്ങനെ കരഞ്ഞു കാണിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതുപോലെ മൂ എന്ന് പറയുന്ന ഈ ആനിമൽ സൗണ്ടില് മൂ, അതായത് മ്യാവു, പിന്നെ എന്താ പറയാ, നമ്മള് പട്ടീനെയൊക്കെ കാണുമ്പോ കുഞ്ഞുങ്ങൾ എന്താ പറയാ, ബൗ ബൗ എന്ന് പറയാറില്ലേ? ബൗ ബൗ. ബൗ ബൗ, മ്യാവ് മ്യാവ്. അങ്ങനെ കാക്കിനെ കാണുമ്പോ കാക, അങ്ങനെയുള്ള സൗണ്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ടു കമ്പൈൻ വേർഡ്സ് സച്ച് ആസ് മോർ മിൽക്ക്, അതായത് 2 തരം വേർഡുകളെ കമ്പൈൻ ചെയ്ത് പറയുന്നു. ഇപ്പൊ ഇവിടെ മോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ പാൽ എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ എനിക്ക് പാല് വേണം, എനിക്ക് ഇങ്ക് വേണം, അങ്ങനെയുള്ള, അതായത് എനിക്ക് എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവണമെന്നില്ല. അവർക്ക് നിച്ച്, എനിക്ക്, അങ്ങനെ അല്ല എനിച്ച്, അങ്ങനെയുള്ള ചില വേർഡുകളാണ് അവർ യൂസ് ചെയ്യുക. അപ്പൊ അത് പറയുമ്പോ തന്നെ അത് കംപ്ലീറ്റ് ആവണമെന്നില്ല. ഇപ്പൊ എനിക്കും പാല് വേണമെന്ന് നമ്മള് വലിയ ആളുകൾ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ എനിക്ക് പാലെന്നായിരിക്കും അവർ പറയുന്നത്. അപ്പൊ അത്തരത്തില് 2 കമ്പൈൻ വേർഡുകളെ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് പറയാനായിട്ട് ആരംഭിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ബിഗിൻസ് ടു യൂസ് പ്രൊനൗൺസ് സച്ച് ആസ് മൈൻ. പ്രോനൗണുകൾ ഉപയോഗിക്കുന്നു. മൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ, എന്റെ, അതായത് അവർക്ക് എന്റേതാണെന്നുള്ളൊരു ബോധം വരുന്നു. ഓക്കെ. എന്റെ, അതായത് ഒരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാല് അത് എന്റെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് എന്റേതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ട് വരുന്ന ഒരു സമയമാണിത് ഈ ഒരു 18 to 23 months എന്ന് പറയുന്നത്. Then uses 2 word phrases. 2 ഫ്രേസസുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് 18 to 23 months കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഇവിടം വരെ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ 2 to 3 years എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കും. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. മിസ്, എന്റെ മോൻ മുതൽ 2.5 വയസ്സ് വരെയും വെള്ളത്തിന് മണ്ണ് പറയുള്ളൂ. മൺതാന്ന് പറയും. വെള്ളം എന്ന് പറയില്ലായിരുന്നു. അത് എവിടുന്ന് കിട്ടിയ വേർഡൊന്നുമില്ല. മൺതാന്ന് പറയണം വെള്ളത്തിന്. പിന്നെ ഒരു പ്ലേ സ്കൂളിൽ പോയി ശരിയായി വെള്ളം എന്നായത്. പിന്നെ സൈൻ ഔട്ട് ചെയ്യും. സൈൻ ഔട്ട് ചെയ്തോളൂ. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഞാനിത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് പറയാവുന്നതാണ്. നിറങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ പാട്ടാണ് പാടുന്നത്. ആകാശത്തിൻ നിറമെന്ത്, നീല നിറത്തിലാകാശം, മുല്ലപ്പൂവിൻ നിറമെന്ത്, നന്മ നിറഞ്ഞൊരു വെള്ള നിറം, തത്തക്കിളിയുടെ നിറമെന്ത്, ഹരിതകമണിയും പച്ച നിറം, കാകൻ തന്നുടെ നിറമെന്ത്, ശോകം കാട്ടും കറുപ്പു നിറം, തെച്ചി പൂവിൻ നിറമെന്ത്, ധീരത കാട്ടും ചുവപ്പു നിറം, ജമന്തി പൂവിൻ നിറമെന്ത്, മംഗളമരുളും മഞ്ഞ നിറം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.